പുതിയൊരു PC ബിൽഡിന് വേണ്ടി എടുത്ത കൂളർ അതാ ഈ എന്റെ കയ്യിരിക്കുന്ന തിക്കിന്റെ Q60. ഇതിന്റെ കൂടെ ഒരു ക്വാഡ്-കോർ പ്രോസസറും 2GB DDR4 RAM 32GB സ്റ്റോറേജ്. ഇതിൽ ഇനി കൂളർ വാങ്ങുമ്പോൾ പ്രോസസറും റാമും ഒക്കെ കിട്ടുമോ? ഐ ആം റിയലി കൺഫ്യൂസ്ഡ്. ഈ ഒരു PC ബിൽഡില് നിങ്ങൾ ഇതുവരെ കാണാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ബിൽഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വിതൗട്ട് വേസ്റ്റിംഗ് ടൈം, ദിസ് ഈസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് Geek Boss TV. Ryzen 9 9950X പ്രോസസർ ആണ്. 9950X എന്ന് പറയുമ്പോൾ വീഡിയോ എഡിറ്റിംഗ്, റെൻഡറിംഗ്, മോഡലിംഗ്, ആർക്കിടെക്ചർ, വാട്ടെവർ നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും മാക്സ് ഔട്ടിൽ നിങ്ങൾക്ക് പെർഫോമൻസിന് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ ഈവൻ ഇറ്റ് ഔട്ട് പെർഫോംസ് i9 4900K. 9950X-നോടൊപ്പം തന്നെ നമ്മൾ കപ്പിൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് MSIയുടെ X870E ടോമഹാക്ക് വൈഫൈ എന്ന് പറയുന്ന മദർ ബോർഡ് ആണ്. തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാർബൺ വൈഫൈയുടേത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് റീസണബിൾ പ്രൈസിൽ തന്നെ എല്ലാ ഫീച്ചേഴ്സും, കുറെ RGB അവിടെയും ഇവിടെയുള്ള കുറച്ച് എലമെന്റ്സ് മാറ്റി കഴിഞ്ഞാൽ 3D റെൻഡറിംഗ് ഒക്കെ നോക്കുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും ഈ പറഞ്ഞ മദർ ബോർഡിൽ ഉണ്ട്. മാത്രം അതും നമ്മുടെ ടൈപ്പ് സിയുടെ 10Gയും 40G ചാനൽസ് പോലും ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിംഗ് പോലെ മൾട്ടിപ്പിൾ ടൈപ്പ് സി കണക്ടിവിറ്റി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇനിയുള്ള പെരിഫറൽസ് ഒക്കെ കൂടുതലും ടൈപ്പ് സിയിലായിരിക്കും ഇന്റഗ്രേറ്റ് ചെയ്യുക. മൾട്ടിപ്പിൾ സ്ലോട്ട് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എത്ര SSD വേണമെങ്കിലും ഇതിൽ വെക്കാം. അറൌണ്ട് ഒരു 10TB 20TB വരെയൊക്കെ SSDs നിങ്ങൾക്ക് ഇതിൽ മൾട്ടിപ്പിൾ SSD ഫോർമാറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും. മെമ്മറി ചോയ്സ് ആയിട്ട് 16GBയുടെ XPG ലാൻസർ ബ്ലേഡ് 6000 MHz രണ്ട് സ്റ്റിക്ക് ആണ് നമ്മൾ ഈ ഒരു ബിൽഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വൈറ്റ് കളർ റാം ആണ്. നമുക്ക് ലാൻസറിന്റെ ബ്ലേഡ് നേരത്തെ ഉപയോഗിച്ചിരുന്ന 2-3 വേരിയൻസ് നമ്മൾ നോക്കി ടെസ്റ്റ് ചെയ്തപ്പോൾ 6000 MHz വളരെ സ്റ്റേബിൾ പെർഫോമൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലാണ് ലാൻസർ ബ്ലേഡ് XPGയുടെ കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ സ്റ്റോറേജ് ആയിട്ട് പോയപ്പോഴത്തേക്ക് നമുക്കിവിടെ 2 SSD ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരെണ്ണം സാംസങ്ങിന്റെ 990 Pro 1TBയും അതോടൊപ്പം തന്നെ 2TBയുടെ ഒരു SSD നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഗൈസ്, ഗ്രാഫിക്സ് കാർഡ് ചോയ്സ് ആയിട്ട് ഇവിടെ MSIയുടെ RTX 4070 Ti സൂപ്പർ ഗെയിമിംഗ് സ്ലിം സ്റ്റോക്കർ എഡിഷൻ, വളരെ ലിമിറ്റഡ് എഡിഷൻ ആണ്. സ്റ്റോക്കർ എഡിഷൻ എന്ന് പറയാൻ കുറച്ച് പാടാണ്, എന്നാലും ഈ GPU ഡിസൈൻ ചെയ്തത് തന്നെ ആ ഗെയിമിന്റെ തീമിലാണ്. അതോടൊപ്പം ഒരു ബണ്ടിൽ ഓഫർ ആയിട്ട് ഈ ഗെയിമിന്റെ കാർഡ് വാങ്ങുന്ന ആൾക്കാർക്ക് കിട്ടും. ഗൈസ്, ഇത് പവർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പവർ സപ്ലൈ ഡീപ് കൂളിന്റെ PN850 ഗോൾഡ് സ്റ്റാൻഡേർഡിലുള്ള മോഡുലാർ PSU ആണ്. കൂടുതലൊന്നും അതിൽ പറയാനായിട്ടില്ല. മോഡുലാർ PSU ആണ്. വൺ ഓഫ് എ ഗുഡ് സ്റ്റാൻഡേർഡ് ആയിട്ട് 5 year വാറന്റി സപ്പോർട്ട് വരുന്ന ഒരു മോഡലുമാണ്. ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതുപോലെ ഹൈറ്റിന്റെ Q60 തിക്ക് എന്ന് പറയുമ്പോൾ ഒരു സിയും കൂടെ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ Q60 എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഉപയോഗിക്കുന്ന കൂളർ. ഒരു 240mm കൂളർ എങ്ങനെയാണ് Ryzen 9 പോലത്തെ പ്രോസസർ കൂൾ ചെയ്യാന്ന് വേൾഡിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള iBuyPower എന്ന് പറയുന്ന ബ്രാൻഡും കൂടെ കൊലാബ് ചെയ്തിട്ട് ആണ് ഈ ഹൈറ്റിന്റെ ഈ പ്രോഡക്റ്റ് ലൈൻ ഇറക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കോംപ്രമൈസും അവർ കുറയ്ക്കാത്ത രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ലൈനപ്പ് ആയിട്ടാണ് ഇവർ ഈ കൂളർ ഇറക്കിയിട്ടുള്ളത്. ഇതിന്റെ തിക്നെസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി ലെവലിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ട് വളരെ ചില്ലായിട്ട് മാക്സിമം ലോഡിൽ നമ്മുടെ പ്രോസസർ കീപ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഒരു കൂളറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു പ്രോസസറും ഒരു റാമും അതോടൊപ്പം തന്നെ 32GBയുടെ eMMCയുടെ കാർഡും വരുന്നുണ്ട് സ്റ്റോറേജ് ആയിട്ട്. ഈ ഒരു കൂളർ കൃത്യമായിട്ട് AI പവർ ചെയ്ത് നമുക്ക് ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യാനും അതോടൊപ്പം തന്നെ ഇതിനകത്ത് വരുന്ന IPS ഡിസ്പ്ലേ ഇന്ന് വരെ ഞാൻ ജീവിതത്തിൽ കാണാത്ത രീതിയിൽ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിലാണ് ഇവരെ കൂളർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ വരുന്ന കണക്ടിവിറ്റി ഫാൻസ് എന്ന് പറയുന്നത് സീംലെസ് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ടാപ്പ് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഫാൻസിന്റെ മോഡുലേഷൻ വന്നിരിക്കുന്നത്. പൊതുവെ ഒരു PC ബിൽഡൊക്കെ നോക്കുമ്പോൾ 8ഉം 10ഉം ഒക്കെ കേബിൾസ് ക്രഞ്ചി ആയിട്ടാണ് പല ലിക്വിഡ് കൂളേഴ്സ് മാനുഫാക്ചേഴ്സ് അവരെ ഫാൻസ് ഇറക്കുന്നത്. യൂണിഫോം ആയിട്ട് 2 പ്ലഗ് ഇപ്പൊ കാണുന്ന പോലെ ടൈപ്പ് സി വെച്ച് കൊടുത്തിട്ടാണ് ഇതിന്റെ കണക്ടിവിറ്റി പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസിലി ഏതൊരാൾക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് വരുന്നത്. ക്യാബിനറ്റ് ചോയ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഹൈറ്റിന്റെ Y70 ടച്ച് ഇൻഫിനിറ്റ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ നേരത്തെ ഉണ്ടായിരുന്ന ഒരു Y70 മോഡൽ ഉണ്ടായിരുന്നവർക്ക്. പിന്നെ എയർ ഫ്ലോനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഇത് ഫുൾ കവേർഡ് ആയിട്ട്, അതായത് 3 സൈഡും നമുക്കൊരു പാനോറമിക് കൈൻഡ് ഓഫ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഗ്ലാസ് വ്യൂ അതിൽ നടുക്കായിട്ടാണ് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ വരുന്നത്. പക്ഷേ മുകളിലും താഴെയും ബാക്ക് സൈഡിലും നല്ല രീതിയിൽ പെർഫറേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എയർ ഫ്ലോയുടെ മാനേജ്മെന്റിന് യാതൊരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ Y70 ടച്ച് ഇൻഫിനിറ്റിന്റെ ഡിസ്പ്ലേയുടെ IO പോർട്സ് ആണ് നിങ്ങൾ കാണുന്നത്. ഇതിൽ 2.5K റെസൊല്യൂഷനിലുള്ള ഒരു അഡാറ് ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ
ഡിസ്പ്ലേ ആണ്. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇന്റർഫേസസും ലേഔട്ട്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കസ്റ്റം ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഹൈറ്റിന്റെ സോഫ്റ്റ്വെയറിൽ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേ കണ്ടില്ലേ, നിങ്ങൾക്ക് ടൈം, ജിഫ്, വീഡിയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് കസ്റ്റം ചെയ്ത് ഇടാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതേപോലെ ബ്രിഗ് ഗെയിം കളിക്കാനുള്ള ഫെസിലിറ്റിയും നെക്സസ് OSനകത്ത് ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പ്യുവർലി ഒരു PC പോലെ തന്നെ ഇതിനകത്ത് നെക്സസ് എന്ന് പറയുന്ന OSലാണ് ഇതെല്ലാം റൺ ചെയ്യുന്നത്. ഈ ഒരു PC ബിൽഡ് നമുക്ക് 1 ഡേ കൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. 10 വർഷം PC ബിൽഡ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കൂളറാണ് ഈ ഒരു ഹൈറ്റിന്റെ തിക് Q60. അത് ഒരിക്കലും ഞാൻ ഇതിന്റെ എസ്തെറ്റിക്സ് മാത്രം നോക്കിയിട്ടല്ല പറയണത്. നിങ്ങൾ ഒരു എൻതൂസിയാസ്റ്റ് ലെവലിലാണ് ഒരു PC ബിൽഡ് ചെയ്യുന്നത്. പിന്നെ PC ബിൽഡ് എന്ന് പറയുന്നത് ഓരോ മാസം നമ്മൾ മാറ്റുകയോ അല്ലെങ്കിൽ ഓരോ വർഷം തോറും മാറ്റുകയോ അല്ല. പൊതുവെ ഒരു 3-5 വർഷമൊക്കെയാണ് ഓരോ ആൾക്കാർ PC ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 ഇയേഴ്സ് ലോങ് ഒക്കെ നിങ്ങൾ ഒരു ലൈഫ് സ്പാൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ കൂളറും ഈ പറഞ്ഞ ക്യാബിനറ്റും യൂസ് ചെയ്യാൻ ഞാൻ പറയും. കാരണം 6 വർഷത്തെ വാറണ്ടി ഈ പറയുന്ന ഹൈറ്റിന്റെ തിക് Q60 മോഡലിൽ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാബിനറ്റിന്റെ ഡിസൈനിൽ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന 1590 കാർഡ് പോലും നിങ്ങൾക്ക് ഈ രീതിയിൽ വെക്കാനും പറ്റും. അതിനുള്ള എല്ലാ പ്രൊവിഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗൈസ്, ഈ ഒരു ബ്യൂട്ടിഫുൾ PC ബിൽഡിന്റെ ഫുൾ ഡീറ്റെയിൽസും ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റിൽ ഈ ക്യാബിനറ്റും ഈ പറഞ്ഞ കൂളറും Q60 Y70 ടച്ച് ഇൻഫിനിറ്റ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എടുക്കാനായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഇതേപോലത്തെ കൂൾ PC ബിൽഡ്സിന് വേണ്ടി ഗീക്ക് ബോക്സിൽ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് ആവി സൈനിങ് ഓഫ്. പാലക്കാടൻ നിതീഷിന് വേണ്ടി ചെയ്തതാണെന്ന് പറയട്ടെ.